ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേ, അതുപോലെ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് കല്ലടിക്കോടൊക്കെ പോകുന്ന റൂട്ടാണ് ഈ ഹൈവേ കാണുന്നത്. ഈ ഹൈവേ നിന്ന് വെറും 800 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. 9.5 സെൻറ്റ് സ്ഥലം, 1100 സ്ക്വയർ ഫീറ്റ് വീട്, 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമിനോട് കോമൺ ആയിട്ടൊരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. വെളിയിലൊക്കെ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് 2, 3, 4 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. 2-3 കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഫ്രണ്ടിലുണ്ട്. നല്ല ഡ്രസ് വർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട്, അതുപോലെ നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. നമുക്ക് ചുറ്റുവട്ടം നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമുക്ക് വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നല്ല മണിച്ചിത്രത്താഴം കൊണ്ട് പൂട്ടിയമായ ഒരു പൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു തേക്കിൻ്റെ ഡോറ്. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കയറുന്നത് കേട്ടോ. ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിലേക്കുള്ള ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് നേരെ കോമൺ ആയിട്ടുള്ള വാഷ്റൂമിലേക്ക് കയറാൻ പറ്റും. 2 ബെഡ്റൂമും 2 സൈഡും അതിൻ്റെ ഇടയിൽ കോമൺ ആയിട്ടൊരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമൊക്കെ ഒരു 10x10 വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ്. അത്യാവശ്യം സ്പേസുള്ള റൂം തന്നെ. ഇവിടെ നമ്മൾ നേരെ കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അതേപോലെ സ്പേസുള്ള ഒരു ബെഡ്റൂമാണ്. ഇതാണ് 2 ബെഡ്റൂമും അതിന് കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ നേരെ വീണ്ടും ലിവിങ് സ്പേസ് ഏരിയയിലേക്ക് കയറുകയാണ്. ഇവിടെയും കബോർഡും വർക്കുകളൊക്കെ കുറച്ച് ഷോ കേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസ് ഏരിയയിലേക്ക്, സെപ്പറേറ്റ് ആയിട്ട് ഡൈനിങ് സ്പേസ് ഏരിയ ഉണ്ട്. അവിടെ ക്ലോസറ്റും വാഷിംഗ് ക്ലോസറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്ക്. ഇതാണ് കിച്ചൺ. ഈ വീട് നമ്മൾ ആദ്യമേ പറയാൻ പറ്റുമോ, നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. ഓക്കെ, കിച്ചൺ കബോർഡും കാർക്കും. ഇവിടെ ഒരു സ്റ്റോർ റൂം സ്പേസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഒരു ബെഡൊക്കെ ഇട്ടിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ബെഡ്റൂം പോലെ തന്നെ അതിന് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോർ റൂം സ്പേസ് ആണ്, അതിന് ശരിക്കും ഒരു ബെഡ്റൂം പോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്കേഴ്സ് ആരെങ്കിലും അവർക്കും കൊടുക്കാൻ പറ്റും റൂം. ഇവിടെ നമുക്ക് വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വീട്ടിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ 9.5 സെൻറ്റ് സ്ഥലം, 1100 സ്ക്വയർ ഫീറ്റ് വീട്, 2 ബെഡ്റൂം, കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണുള്ളത്. 10 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് പറഞ്ഞാൽ ഓപ്പൺ വെല്ലുണ്ട്, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട്. പൈപ്പ് ലൈൻ കണക്ഷൻ എന്ന് പറയുമ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് വരുന്ന കണക്ഷൻ്റെ വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കണ്ടില്ലേ, വിശാലമായിട്ടുള്ള കാർ പോർച്ച് ഏരിയ ഡ്രസ് വർക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഇവിടെയാണ് നമ്മുടെ കിണർ വരുന്നത്, ഓപ്പൺ വെൽ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. എല്ലാം നെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഴക്കാലം കഴിഞ്ഞിട്ടുള്ളപ്പോൾ ക്ലീനിങ്ങിന് കുറച്ച് കാര്യങ്ങളുണ്ട്. മൊത്തം ചെടികളൊക്കെ വലിച്ചു വിടാനുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെള്ളമുള്ള ഏരിയ തന്നെയാണ്. ഇനി ഞങ്ങൾക്ക് ചുറ്റുവട്ടം കാണാം. ഇപ്പോൾ നമ്മൾ കിണർ കണ്ടു, പൈപ്പ് ലൈൻ കണക്ഷൻ ഓൾറെഡി ഉണ്ട്. കണ്ടില്ലേ, ഡ്രസ് വർക്ക് ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസ് ഫ്രണ്ടിൽ വിട്ടിട്ടുണ്ട്. ഇവിടെ ബാക്ക് സൈഡിൽ വർക്ക് ഏരിയൻ്റെ സൈഡിലും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ നമ്മൾ നേരെ പോകുമ്പോൾ ഇവിടെ ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് കേട്ടോ. ഓൺലി റൈറ്റ് സൈഡ് ഒഴിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ കോമ്പൗണ്ട് വാളുണ്ട്. ഇവിടെ വിറകൊക്കെ ശേഖരിച്ച് വയ്ക്കാനുള്ളൊരു വിറക് പുര വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓടൊക്കെ ഇട്ട് മെയിനായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് കോഴി വളർത്താനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് വലിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നെറ്റൊക്കെ കൊടുത്തിട്ട്. തൊട്ടടുത്ത് തന്നെ വീടുണ്ട്. ഇതിനോട് ബൗണ്ടറി, ഇവിടെയൊക്കെ മതിൽ വരും, ഇതിനോട് ചേർന്ന് മതിൽ വരും. ഇനി ആർക്കെങ്കിലും ഈ 2 വീടും ഒരുമിച്ച് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2 വീടും ഒരുമിച്ച് തരും. അങ്ങനെ പറയുമ്പോൾ 9, 10, 18 സെൻറ്റ് സ്ഥലത്തോളം വരും ഏകദേശം. രണ്ടും കൂടി ചേർക്കുമ്പോൾ 18 സെൻറ്റ് സ്ഥലം. അതുകൂടി കണ്ടില്ല, മാങ്ങയൊക്കെ കാച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് 2 ഒരുമിച്ച് എടുക്കാനുള്ള അവസരം ഉണ്ടോ. ഈ കമ്പി വേലി വരെയാണ്, കമ്പി കൊടുത്തിട്ടുള്ള ആ ലൊക്കേഷൻ വരെയാണ് ഇതിൻ്റെ അതിര് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പൈപ്പ്, അതുപോലെ ലാസ്റ്റ് ആ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് വരയ്ക്കാണ് ഇതിൻ്റെ അതിര് വരുന്നത്. ടോട്ടൽ 9.5 സെൻറ്റ് സ്ഥലം, 1100 സ്ക്വയർ ഫീറ്റ് വീടാണ്. നമുക്ക് വെളിയിൽ ഇപ്പോൾ ചുറ്റുവട്ടവും കണ്ടു. സ്റ്റെയർ കേസിലൂടെ നമുക്ക് മേലെയും കയറി നോക്കാം. വെളിയിലാണ് ഈ വീട്ടിൽ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി നമ്മൾ ബസ് റൂട്ടിൽ നിന്ന് ഇപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 800 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ ഫ്രണ്ടേജ് ടാർ റോഡ് ഫ്രണ്ടേജോട് വീട്ടിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പഞ്ചായത്ത് റോഡാണ് പോകുന്ന മുന്നിൽ കൂടെ. ഈ ഒരു പ്രോപ്പർട്ടി മുണ്ടൂർ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുപ്പശ്ശേരിക്കായാലും പാലക്കാട് ടൗണിലേക്കായാലും മണ്ണാർക്കാട് റൂട്ടിലേക്കായാലും ഒക്കെ ഉള്ള മുണ്ടൂർ ജംഗ്ഷൻ സെൻറ്ററിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിക്ക് 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. കല്ലടിക്കോടും മല നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സൂപ്പറായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കല്ലടിക്കോട് ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്.
നല്ല ഫ്രണ്ടിൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതുപോലെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോൾ 21 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക്. അതുപോലെ ഒലോക്കോട് ജംഗ്ഷൻ നോക്കുമ്പോൾ 15 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, കല്ലടിക്കോട് മലയൊക്കെ നല്ല സൂപ്പറായിട്ട് കാണുന്നു, നല്ല വ്യൂ ആട്ടോ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.